ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ജി എസ് ടിയുടെ കോമൺ പോർട്ടലിനെ കുറിച്ചും ജി എസ് ടി നെറ്റ്വർക്കിനെ കുറിച്ചും പഠിക്കാം. സ്റ്റുഡൻസ്, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നമുക്ക് കോമൺ പോർട്ടലിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ജി എസ് ടിയുടെ കോമൺ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ജി എസ് ടിയുടെ വെബ്സൈറ്റ്. അതേതാണ്? www.gst.gov.in. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു കോമൺ പോർട്ടൽ തുടങ്ങിയത് പുതിയ ടാക്സ് പേയേഴ്സിന് വേണ്ടി മാത്രമല്ല. ജി എസ് ടി പ്രകാരം ടാക്സ് അടക്കുന്ന പുതിയ ടാക്സ് പേയേഴ്സിന് വേണ്ടി മാത്രമല്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ജി എസ് ടി പോർട്ടൽ തുടങ്ങിയത്. മറിച്ച് നിലവിലുള്ള വാറ്റ്, സർവീസ് ടാക്സ് ആൻഡ് എക്സൈസ് ടാക്സ് പേയേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ജി എസ് ടിയുടെ കോമൺ പോർട്ടൽ എന്ന് പറഞ്ഞാൽ ജി എസ് ടിയുടെ വെബ്സൈറ്റാണ്. ജി എസ് ടി വെബ്സൈറ്റ് www.gst.gov.in. അതാണ് ജി എസ് ടി കോമൺ പോർട്ടൽ. ഇനി നമുക്ക് ജി എസ് ടി എൻ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് എന്താണെന്ന് പഠിക്കാം. GSTN is a non-government private limited company promoted by the central and state government. എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് GSTN. അപ്പോൾ GSTN എന്ന് പറഞ്ഞാൽ അതൊരു കമ്പനിയുടെ പേരാണ്. With the specific mandate to build the IT infrastructure and the services required for implementing GST. ഈ കമ്പനിയെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജി എസ് ടി നടപ്പിലാക്കുന്നതും ഇൻഫർമേഷൻ ടെക്നോളജിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഈ ഒരു പ്രൈവറ്റ് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നത്. ടാക്സ് പേയേഴ്സ് അവരുടെ റിട്ടേൺ ഫയൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഈ കമ്പനിയുടേതാണ്. which manages the entire IT system of GST portal. This is the mother database for every GST. ഈ കമ്പനിയാണ് ജി എസ് ടി പോർട്ടലിൻ്റെ എൻറ്റയർ IT സിസ്റ്റവും മാനേജ് ചെയ്യുന്നത്. ജി എസ് ടി പോർട്ടലിൻ്റെ മദർ ഡാറ്റാബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഈ GSTN എന്ന് പറയുന്ന കമ്പനിയാണ്. This portal will be used by the government to track every financial transaction. എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യുന്നതിന് ഗവൺമെൻറ് ഈ പോർട്ടലാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ഓൾ ടാക്സ് പേയർ സർവീസസ് ഫ്രം രജിസ്ട്രേഷൻ ടു ഫയലിംഗ് ടാക്സസ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓൾ ടാക്സ് ഡീറ്റെയിൽസ്. എല്ലാ ടാക്സ് പേയേഴ്സിനും അവരുടെ രജിസ്ട്രേഷൻ മുതൽ റിട്ടേൺ ഫയലിംഗ് വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഈ പോർട്ടലിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ് പറയുന്നത് ജി എസ് ടി നെറ്റ്വർക്ക് എന്ന കമ്പനിയുടെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഫെസിലിറ്റേറ്റിംഗ് രജിസ്ട്രേഷൻ ആണ്. അതായത് ടാക്സ് പേയേഴ്സിൻ്റെ രജിസ്ട്രേഷൻ സുഗമമാക്കി കൊടുക്കുന്നു. നെക്സ്റ്റ് ഫോർവേഡിംഗ് ദി റിട്ടേൺസ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും റിട്ടേൺസ് ഫോർവേഡ് ചെയ്യുന്നത് GSTN കമ്പനിയാണ്. തേർഡ് വൺ പറയുന്നത് കമ്പ്യൂട്ടേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് ഓഫ് IGST. IGST എന്താണെന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അതിൻ്റെ കമ്പ്യൂട്ടേഷനും സെറ്റിൽമെൻറ്റും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നത് മാച്ചിങ് ഓഫ് ടാക്സ് പേയ്മെൻ്റ് ആണ്. ടാക്സ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നെക്സ്റ്റ് ഉള്ളത് ഡീറ്റെയിൽസ് വിത്ത് ബാങ്കിങ് നെറ്റ്വർക്ക്. ടാക്സ് പേയ്മെൻറ്റ് നടത്തുന്നത് ത്രൂ ഓൺലൈൻ ബാങ്കിങ് ആണ്. അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊവൈഡിങ് വേരിയസ് റിപ്പോർട്ട്സ് ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ടാക്സ് പേയർ ഇൻഫർമേഷൻ. അതായത് ടാക്സ് പേയേഴ്സ് നൽകുന്ന ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും പലതരത്തിലുള്ള റിപ്പോർട്ട്സ് നൽകുന്നതും ഈ GSTN കമ്പനിയാണ്. അപ്പോൾ കോമൺ പോർട്ടലിനെ കുറിച്ചും GSTN കുറിച്ചും നൽകിയ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും വരാം.